എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ 14ാമത്തെ ദിവസമാണിന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതേത് അക്ഷരമാണ്? അതെ, രാ അല്ലെങ്കിൽ റാ അല്ലെങ്കിൽ എർ അല്ലെ. അപ്പോൾ രായെ നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഈ കാണുന്ന രാ പോലെ തന്നെ, അതായത് രാ അല്ലെങ്കിൽ എർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ര വി അല്ലെ, രാ വി ഇങ്ങനെ നോർമലി ഒരു ലെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ നമ്മൾ ചിഹ്നമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ചിഹ്നമാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഉച്ചാരണം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കാ, പിന്നെ അതുപോലെ മായുടെ കൂടെ ഈ കാ മാ ഈ രണ്ട് ലെറ്ററിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ചിഹ്നം റായുടെ ചിഹ്നമാണ് മലയാളത്തില്. ഹിന്ദിയിൽ ഈ ചരിഞ്ഞ വരയാണ് സ്ലാൻഡിങ് ലൈൻ. അപ്പൊ കായുടെ അടിയിൽ നമ്മൾ ഈ റായുടെ ചിഹ്നം ഇട്ടു. ഇപ്പൊ എങ്ങനെ ഉച്ചരിക്കാം? ക്ര. മായുടെ അടിയിൽ റായുടെ ചിഹ്നം ഇട്ടു, മ്ര. ഓക്കെ, ചില വ്യത്യാസമുള്ളത് ഡ ഠ ഡ ഈ 4 ലെറ്റേഴ്സിന്റെ കൂടെയാണ്. അതിന്റെ കൂടെ നമ്മൾ അടിയിൽ 2 വര ഇടണം. ഓക്കെ, ഇതുപോലെ വി തിരിച്ചിടുന്ന പോലെ 2 വര ഇടാം. ഡ്രാ ട്രാ, കണ്ടോ? ഡ്രാ ട്രാ. ക്ലിയർ ആയല്ലോ? 2 വരെയാണ് നമ്മൾ ഇതിനൊപ്പം ഇടേണ്ടത്. ഓക്കെ, ഈ കേസിൽ മാത്രമാണ് കേട്ടോ, ഡ ഠ ഡ ഡ ഈ ലെറ്ററിൽ മാത്രം. അടുത്തതാണ് മുകളിൽ ഒരു കൊളുത്ത് പോലത്തെ, അതും ഇറിന്റെ ചിഹ്നമാണ്. ഓക്കെ, ഇപ്പൊ കർമ്മ, കർമ്മ എന്നുള്ളൊരു വാക്ക്. അപ്പോ കായുടെ ശേഷവും അതുപോലെ തന്നെ നമ്മള് മായുടെ മുൻപിലും ആണ് വരുന്നെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇറിന് ചേർക്കേണ്ടത്? മായുടെ മുകളില് ഇറിന്റെ ചിഹ്നം ചേർക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? മായ്ക്ക് മുൻപിലാണെങ്കിലാണ് ഇറ് ചേർക്കുന്നത്. അടുത്തത് സർപ്പ്. അപ്പൊ ഇവിടെ പായുടെ മുകളിലാണ് ഇർ അല്ലെ. നമ്മൾ സാ എഴുതി, പായുടെ മുമ്പിൽ ഇർ ആയതുകൊണ്ട് പായുടെ മുകളിലാണ് ഇറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത്. സ എർപ്പ്, സർപ്പ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. കായ്ക്ക് ശേഷമാണ് റാ വരുന്നെങ്കിൽ ഈ ചിഹ്നമാണ് ഇടേണ്ടത്. ഓക്കെ, കായ്ക്ക് ശേഷം വരുവാണെങ്കിൽ ഈ ചിഹ്നം ഇടണം. ഇപ്പൊ ഒരു വാക്ക് നോക്കാം. ക റ മ. ക പ്ലസ് റാ ക്ര അല്ലെ, ക്ര മ, ക്രം. അതെങ്ങനെ ഹിന്ദിയിൽ എഴുതും? കായുടെ കൂടെ റായുടെ ചിഹ്നം മ, ക്രം. ഓക്കെ, ക്രം. കായുടെ കൂടെ റാ ചേർന്ന് വരുമ്പോൾ നമ്മൾ കായുടെ ശേഷമാണ് അല്ലെ, കായ്ക്ക് ശേഷമാണ് റാ വരുന്നത്. അപ്പൊ നമ്മള് കായുടെ കൂടെ എന്ത് ചെയ്യാ? റാ ചേർക്കുക. അതുപോലെ പ്ര, പായുടെ കൂടെ റാ ചേർക്കുക. സ്ര അല്ലെ, സ്രായുടെ കൂടെ റായുടെ ചിഹ്നം ചേർക്കുക. അങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ കായ്ക്ക് ശേഷം റാ വരുമ്പോ, ഇനി കായ്ക്ക് മുൻപാണ് റാ വരുന്നെങ്കിലോ എങ്ങനെ വരും? അപ്പൊ നമ്മൾ ഈ കൊളുത്ത് പോലത്തെ ചിഹ്നമാണ് ചേർക്കേണ്ടത്. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എർ പ്ലസ് പ. അപ്പൊ പായ്ക്ക് മുമ്പിൽ എർ, അപ്പൊ പായുടെ മുകളില് ചിഹ്നം ചേർക്കുക, എർപ്പ. കണ്ടോ? എർപ്പ. അതുപോലെ മായുടെ മുമ്പിൽ എർ അല്ലെ, അപ്പൊ മായുടെ മുകളിൽ എറിന്റെ ചിഹ്നം ചേർക്കുക, എർമ്മ, എർമ്മ. കണ്ടോ? എർപ്പ, എർമ്മ. ഇനി ഒരു വാക്ക് നോക്കാം. സകർമ്മക്, സകർമ്മക്. ഇതെങ്ങനെ എഴുതാം ഒന്ന് നോക്കിയാലോ? ആദ്യത്തെ ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ലെറ്റർ സ, നെക്സ്റ്റ് ക. ഇനി മായുടെ മുൻപിൽ എർ, അപ്പൊ എങ്ങനെ ചേർക്ക? മായുടെ മുകളിൽ എർ, മുൻപിൽ എർ ആണെങ്കിൽ മുകളിൽ എർ ചേർക്ക. നെക്സ്റ്റ് ക അല്ലെ, സകർമ്മക്, 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 സകർമ്മക്. ക്ലിയർ അല്ലേ? ഇനി കുറച്ച് വാക്കുകൾ വായിച്ചു നോക്കാം. രാ സ, നോർമൽ രായാണ്. രസ്, രസ്. അടുത്തത് ആ. ഇനി ജായുടെ മുകളിലാണ്, അപ്പോ ആദ്യമാണ് ഇർ എഴുതണ്ടേ. നെക്സ്റ്റ് ജായുടെ അടി ഉന്നചിഹ്നം, അപ്പൊ ജു. ഇൻ ലാസ്റ്റ് ഇൻ. അർജുൻ, അർജുൻ. ഓക്കെ, അടുത്തത് ആ. ഇനി ഗായുടെ കൂടെ റ അല്ലെ, അപ്പൊ ഗ്ര, ഗ്ര. ഗായുടെ ശേഷമാണ്, അതുകൊണ്ടാണ് അടിയിൽ വന്നിരിക്കുന്നത്. മുൻപിലാണെങ്കിൽ മുകളിലും, ശേഷമാണെങ്കിൽ താഴെ ഇടുക. അഗ്ര അല്ലെ, അഗ്ര. ക്ലിയർ അല്ലേ?
അടുത്ത നോക്കാം, രായുടെ കൂടെ ആയുടെ ചിഹ്നം രാ. നെക്സ്റ്റ് ഷായുടെ പകുതി അല്ലെ, അപ്പൊ ഷിന്റെ കൂടെ ഏതക്ഷര? ഠായാണ്. ഠായുടെ കൂടെ റായുടെ ചിഹ്നം ട്ര. അപ്പൊ രാഷ്ട്ര, 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 രാഷ്ട്ര. അടുത്തത് ടായുടെ കൂടെ ചിഹ്നം വന്നു ട്ര അല്ലെ, മുകളിൽ കുത്ത് ട്രം. നെക്സ്റ്റ് ട്രങ്ക്, ട്രങ്ക്, ട്രങ്ക്. രസ്, അർജുൻ, അർജുൻ അല്ലെ. അഗ്ര, അഗ്ര. രാഷ്ട്ര, രാഷ്ട്ര. ട്രങ്ക് അല്ലെ, ട്രങ്ക്. അപ്പോൾ ഈ റായുടെ ചിഹ്നവും അതിന്റെ വിവിധ രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.